السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. ബഹുമാനം നിറഞ്ഞ മുഅ്മിനുകളെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സർവലോക സംരക്ഷകനും യജമാനകനും പരിപാലകനും എല്ലാ അർത്ഥത്തിലും ഏകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏക സൃഷ്ടിയെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റിയവരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അള്ളാഹുവിൻ്റെ ഹബീബായ തിരുനബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ഒരു സൃഷ്ടി അള്ളാഹുവിനില്ല. സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്ന കാര്യസ്ഥനായ ഏക അടിമ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. നാം പല ആളുകളെ കുറിച്ചും അദ്ദേഹം ഒരു നിസ്തുലനാണെന്നോ തുല്യതയില്ലാത്തയാളാണെന്നോ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ അതൊക്കെയും ആപേക്ഷികമോ ആലങ്കാരികമോ മാത്രമായിരിക്കും. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ഒരു പടപ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ ഹബീബിനെ കണ്ടിട്ടുള്ള, ജീവിതകാലത്ത് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒന്നിച്ച് നിഴലുപോലെ ജീവിച്ച അവിടുത്തെ സ്വഹാബി വര്യന്മാർ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വഫാത്തിന് ശേഷം മറ്റുള്ള ആളുകൾക്ക് തിരുനബിയെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ നബിയുടെ നടത്തം ഇങ്ങനെയായിരുന്നു, നബിയുടെ കാലിങ്ങനെയായിരുന്നു, നബിയുടെ കൈ ഇങ്ങനെയായിരുന്നു, നബിയുടെ നിറം ഇന്നതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരെല്ലാവരും പറഞ്ഞിരുന്ന വാക്യം മാ റഅയ്തു മിസ്ലഹു ഖബ്ലഹു വലാ ബഅദ. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ഒരാളെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. നബി ഇന്നയാളെ പോലെയാണെന്ന് പറയാൻ, അയാളുടെ നടത്തമായിരുന്നു നബിയുടെ നടത്തമെന്ന് പറയാൻ, അയാളുടെ ഇരുത്തമായിരുന്നു നബിയുടെ ഇരുത്തമെന്ന് പറയാൻ, അയാളുടെ കാല് പോലെയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈ പോലെയാണ്, ചുണ്ട് പോലെയാണ് നബിയുടേതെന്ന് പറയാൻ നബി തങ്ങളെ പോലെ മറ്റൊരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് അവിടുത്തെ കണ്ട സ്വഹാബി വര്യന്മാർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും സമ്പൂർണരായിരുന്നു നബി തങ്ങൾ. അവിടുത്തെ അമാനുഷികമോ മാനുഷികമോ ആയ എല്ലാ ഗുണങ്ങളിലും അള്ളാഹുവിൻ്റെ ഹബീബ് സമ്പൂർണരാണ്. നമുക്ക് മറ്റൊരാളെ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും, അദ്ദേഹത്തെ പോലെയായിരുന്നെങ്കിൽ എൻ്റെ കണ്ണ് അല്ലെങ്കിൽ എൻ്റെ കൈ എന്നിങ്ങനെ തോന്നാത്ത ഒരാളും ഉണ്ടാവില്ല. തൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗമോ തൻ്റെ സ്വഭാവമോ തൻ്റെ നടത്തമോ ഇരുത്തമോ പ്രകൃതി ഗുണങ്ങളോ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് ഇത് മറ്റുള്ള ഒരാളെ പോലെയായിരുന്നെങ്കിൽ എന്ന് നമ്മേക്കാൾ മുന്തിയ സ്വഭാവമോ ശരീര പ്രകൃതിയോ ഉള്ള ആളുകളെ കാണുമ്പോൾ തോന്നാത്തവരായി നമ്മിൽ ആരുമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് അങ്ങനെയല്ല. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമാക്കപ്പെട്ടവരായാണ് അള്ളാഹുവിൻ്റെ ഹബീബിനെ സൃഷ്ടിക്കപ്പെട്ടത്. നബി എങ്ങനെ വേണമെന്ന് നബി ആഗ്രഹിക്കുന്നുവോ അതേപോലെയാണ് അള്ളാഹുവിൻ്റെ ഹബീബിനെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് അവിടുത്തെ ഇഷ്ടകവി ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് കാണാം. ഇതുകൊണ്ട് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പുകഴ്ത്താനോ നബിയെ പരിചയപ്പെടുത്തി കൊടുക്കാനോ നമുക്ക് വാക്കുകൾ ലഭിക്കാത്തത്. ഒരു ഭാഷയിലും അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ച് പറയാൻ, പരിചയപ്പെടുത്തി കൊടുത്താൻ വാക്കുകൾ ലഭിക്കുകയില്ല. മുത്തുനബി എന്നാണ് നാം അള്ളാഹുവിൻ്റെ ഹബീബിനെ വാഴ്ത്താറുള്ളത്. പക്ഷേ മുത്തല്ല നബി, മരതകമല്ല നബി, മാണിക്യമല്ല നബി. നാം വാഴ്ത്തുന്ന, നാം മനസ്സിലാക്കിയ വിലപിടിപ്പുള്ള ഒന്നുമല്ല നബി. അതെല്ലാം നബിയിൽ നിന്ന് പോന്നതാണ്. തിരുനബിയുടെ നൂറിൻ്റെ അംശത്തിൽ നിന്ന് പടക്കപ്പെട്ടതാണ്. എല്ലാം അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണ്. നബി തങ്ങളെ സൃഷ്ടിക്കപ്പെടണമെന്ന ഒരു ലക്ഷ്യം അള്ളാഹുവിനില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും അള്ളാഹു പടക്കില്ലായിരുന്നു. സ്വർഗവും നരകവും ആകാശവും ഭൂമിയും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചു പരിപാലിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടിയാണ്. നബി തങ്ങളെ മാനിച്ചുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ റസൂലേ, ലൗലാക ലൗലാക ലമാ തകവ്വനത്തിൽ അക്വാർ. അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ ലോകമില്ല, ആകാശമില്ല, ഭൂമിയില്ല, മണ്ണില്ല, വിണ്ണില്ല, സ്വർഗമില്ല, നരകമില്ല, ഒന്നുമില്ല. ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാം പോലും അങ്ങില്ലായിരുന്നുവെങ്കിൽ പടക്കപ്പെടില്ലായിരുന്നു നബിയെ. ആദം നബി അലൈഹിസ്സലാം എന്ന ആദിമ മനുഷ്യൻ മുതൽ
അള്ളാഹുവിന്റെ റസൂല് വരുന്നതുവരെ കഴിഞ്ഞുപോയ 1,24,000 പ്രവാചകന്മാർ ഈ ഭൂമി ലോകത്ത് വന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് സുവിശേഷം അറിയിക്കാനാണ്. നബിതങ്ങൾ വരുന്നുണ്ടെന്ന വിവരം പറയാനാണ്. നബിതങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കാനാണ്. നബിതങ്ങൾ വരുന്നുണ്ടെന്ന് തന്റെ ജനതയോട് പറഞ്ഞ് ലോകം ഒരു പ്രവാചകനെ കാത്തിരിക്കാൻ വേണ്ടിയാണ്. ലോകം കാത്തിരുന്നുകൊണ്ട് അവരിലേക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ആദം നബി അലൈഹിസ്സലാം മുതൽ കഴിഞ്ഞുപോയ 1,24,000 അമ്പിയാക്കളെയും മുർസലുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചത്. ആദിർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ്, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടുത്തെ ഹിജറ കേന്ദ്രമാകുന്ന മദീനയിൽ ഒരു വീടൊരുക്കിയിട്ട് കാത്തിരിക്കുകയായിരുന്നു മദീനത്തുകാർ. നബിതങ്ങൾ വരുമെന്ന വിവരം അവർക്ക് ലഭിച്ചപ്പോൾ അവസാന നാളിൽ വരാനിരിക്കുന്ന അഹ്മദ് എന്ന് പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പേര് പരിചയപ്പെടുത്തപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറ കേന്ദ്രമാകും ഈ മദീന എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ മദീനയിൽ തിരുനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരു വീടൊരുക്കി കാത്തിരിക്കുകയായിരുന്നു ത്വയ്ബയിലെ അൻസ്വാരികൾ. പിന്നീട് നബി തങ്ങളെ സഹായിച്ച അൻസാരികളായ സ്വഹാബി വര്യന്മാർ അന്ന് തിരുനബിക്ക് വേണ്ടി ഉണ്ടാക്കിയ ആ വീടിലേക്കായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന് 53 വയസ്സ് തികഞ്ഞപ്പോ നബി തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ അവിടുത്തെ ഒട്ടകം ചെന്ന് നേരെ മുട്ടുകുത്തിയിരുന്നത് ആ വീട്ടിലായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ലോകം അങ്ങനെ കാത്തിരുന്ന പ്രവാചകരാണ് തിരുനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അള്ളാഹുവിന്റെ ഹബീബ് ഈ ഭൂമി ലോകത്ത് വന്ന് 63 വർഷകാലം അവിടുന്ന് ജീവിച്ച് തന്റെ എല്ലാ ദൗത്യങ്ങളും നിർവഹിച്ച് ലോകാവസാനം വരെ വരാനിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ട എല്ലാം ഇവിടെ ഒരുക്കി വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ലോകത്തേക്ക്, തനിക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സുഖലോക സ്വർഗത്തിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് 63 വയസ്സ് പ്രായമായപ്പോ പോകുമ്പോൾ തിരുനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വന്നു എന്ന് പറയാൻ, തിരുനബിയുടെ ജീവിതം ഇതായിരുന്നു എന്ന് പറയാൻ, നബിതങ്ങൾ വന്നു അള്ളാഹുവിങ്കിലേക്ക് യാത്രയായി എന്ന് പറയാൻ അള്ളാഹു ഒരുക്കിയതും 1,24,000 സ്വഹാബി വര്യന്മാരെയാണ്. വരുന്നുണ്ടെന്ന് പറയാൻ 1,24,000 പ്രവാചകന്മാർ, വന്നുപോയി എന്ന് പറയാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം പഠിച്ച നക്ഷത്ര തുല്യരായ 1,24,000 അവിടുത്തെ സ്വഹാബി വര്യന്മാർ. അവരാണ് അല്ലാഹുവിന്റെ റസൂൽ, അവരാണ് അല്ലാഹുവിന്റെ കാര്യസ്ഥനായ അടിമ, ഏകനായ അഹദായ ഖാലിഖിന്റെ അഹദായ ഖൽഖാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സൃഷ്ടാവായ റബ്ബിന്റെ എല്ലാ കാര്യങ്ങളും ഈ ഭൂമി ലോകത്ത്, നാളെ പരലോകത്തും ഇഹലോകത്തും പരലോകത്തും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യസ്ഥനായ ഏക അടിമ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹൃദയത്തിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം. അവിടത്തെ മാനിച്ചുകൊണ്ടാണ് അല്ലാഹു എല്ലാം ചെയ്യുന്നത്. അല്ലാഹു ഈ ഭൂമി ലോകത്ത് ആരോട് കരുണ കാണിക്കുന്നുവോ, ആർക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളും ഗുണങ്ങളും ചെയ്യുന്നുവോ അതൊക്കെയും തിരുനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാനിച്ചുകൊണ്ടാണ്. ആ തിരുനബിയുടെ ഹൃദയത്തിലേക്ക് നോക്കിയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏക പടപ്പായ അല്ലാഹുവിന്റെ കാര്യസ്ഥനായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് അല്ലാഹു നോക്കുമ്പോൾ ആ ഹൃദയത്തിൽ നമ്മെ കാണാൻ കഴിയണം. ആ തിരുനബിയുടെ ഹൃദയത്തിൽ ഒരു ഇടം നേടാൻ നമുക്ക് കഴിയണം. തിരുനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ നാം പതിഞ്ഞിരിക്കണം. നമ്മോട് ഏറ്റവും കരുണയുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അവിടുത്തെ സഹധർമ്മിണിയായ ആയിഷ ബീവി അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയെ, എനിക്കങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ. അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ നാദായം. ഈ പ്രാർത്ഥന കേട്ട് സന്തോഷത്തോടുകൂടെ തുള്ളിച്ചാടി നടക്കുന്ന ആയിഷ ബീവിയോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, ആയിഷ, ഞാൻ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നിനക്ക് സന്തോഷമുണ്ടല്ലേ? നീ ചിരിക്കുന്നത് അതിന്റെ പേരിലാണല്ലേ? എങ്കിൽ നിനക്കൊന്നറിയണമോ, ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി, എൻ്റെ സമുദായത്തിനു വേണ്ടി 5 വക്ത നമസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെക്കുറിച്ച്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ആയിഷ ബീവിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് വരുമ്പോ
ഈ ഇഹലോകത്ത് ജീവിച്ചതിന്റെ എല്ലാ പ്രതിഫലങ്ങളും നൽകപ്പെടുന്ന നാൾ. സ്വർഗമോ നരകമോ രണ്ടാലൊരു ഭവനത്തിലേക്ക് മനുഷ്യന്മാരെ നിശ്ചയിക്കപ്പെടുന്ന ആ നാളിൽ പാപികളും ദോഷികളുമായ നമ്മെ കാണുമ്പോൾ ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസപ്പെട്ട് മനസ്സു വേദനിച്ചുകൊണ്ട് അബൂന അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് പറയുമത്രേ, ആദം, നിങ്ങൾ മനുഷ്യ പിതാവല്ലേ? ഈ കാണുന്ന ജനങ്ങളുടെ മുഴുവൻ പിതാവല്ലേ നിങ്ങൾ? ഈ കാണുന്നത് എന്റെ സമുദായമാണ്. വാന നബിയുഹും, ഞാൻ അവരുടെ നബിയാണ്. നിങ്ങൾ കണ്ടോ അവരെ? പാപികളാണവർ, ദോഷികളാണവർ. ഇവരെ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്താൽ, വിചാരണ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇവർ ചെയ്ത പാപത്തിന്റെ പേരിൽ അവർ നരകത്തിൽ കടക്കേണ്ടി വരുമെന്നത് തീർച്ചയാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ആദമേ അലൈഹിസ്സലാം, ഫഇന്നാ നഖ്സിമു ദുനൂബഹും, ഇവരുടെ പാപം നമുക്ക് രണ്ടുപേർക്കും അങ്ങ് ഏറ്റെടുക്കാം. ഇവർ ചെയ്ത പാപം ഏറ്റെടുത്തുകൊണ്ട് ഇവരെ സ്വർഗത്തിലേക്ക് വിട്ടയക്കാമെന്ന് ആദം നബി അലൈഹിസ്സലാമിനോട് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമെങ്കിൽ അത്രയധികം നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ആ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ നമുക്കൊരിടം നേടാൻ കഴിയണം. അള്ളാഹുവിന്റെ തിരുനോട്ടം ലഭിക്കുന്ന ആ തിരുമനസ്സിൽ, തിരുഹൃദയത്തിൽ നാം പതിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാവട്ടെ ഈ റബീഉൽ അവ്വലിൽ നാം ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും, ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. യാ റസൂലല്ലാഹ്, ഫിദാക അബി വ ഉമ്മി വ റൂഹി, സ്വല്ലാ അലൈക അല്ലാഹു വസല്ലം.